ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വാർഷിക ധ്യാനത്തിൻ്റെ നോമ്പുകാല ഒരുക്ക ധ്യാനത്തിൻ്റെ ഏറ്റവും സമാപന ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണേ, പിള്ളേർ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് അടങ്ങിയിരുന്നോ? വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ വന്ന് ഒരു വാർഷിക ധ്യാനത്തിന് ഒരുക്കമായിട്ട് 3 കാര്യങ്ങൾ സംസാരിച്ചു. 1, ദൈവാനുഗ്രഹത്തെ കുറിച്ചുള്ള ബോധ്യം. 2, എന്താണ് ശരിക്കും ധ്യാനം. 3, ദൈവവചനം കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇന്നലെ 9:30 നമ്മൾ ജപമാല ചൊല്ലി നല്ല കുമ്പസാരത്തിന് ഒരുക്കമായി ഈശോയുടെ പീഡാസഹനത്തിലെ 6 രംഗങ്ങൾ ധ്യാനിക്കുകയും സുന്ദരമായ കുരിശിന്റെ വഴികളിൽ മനോഹരമായ കുമ്പസാരക്കുകയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. റൈറ്റ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ജപമാല ചൊല്ലി നിലനിൽപ്പിന്റെ ബലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം വീണ്ടും ഒരു ഗാനം ആലപിച്ചിട്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ച് 1 മണിക്കൂർ സമയം ധ്യാനിച്ചു. റൈറ്റ്. ഇനി ഇതിന്റെ സമാപന ചിന്ത ശ്രദ്ധിക്കണേ. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഈ ഒരു ധ്യാനത്തിൽ മുഴുവൻ ഗൗരവത്തോടെ ചിന്തിച്ചിരുന്നിപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. എൻ്റെ ഒരൊറ്റ ചോദ്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ധ്യാനം? എന്തിനായിരുന്നു ഞാൻ ഇത്രയും സമയം മാറ്റിവെച്ചത്? എന്തിനായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ധ്യാനം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? അതാണ് നമ്മുടെ വിഷയം. ശ്രദ്ധിക്കണേ. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മനുഷ്യായുസിന്റെ ആത്യന്തിക പരാജയം എന്ന് പറയുന്നത് എവിടാണ്? ഒരു മനുഷ്യ ജന്മത്തിന്റെ, ഒരു പുരുഷായുസിന്റെ, ഒരു മനുഷ്യായുസിന്റെ ആത്യന്തിക പരാജയം എന്ന് പറയുന്നത് അസുഖം പിടിക്കുന്നതോ, ജോലി നഷ്ടപ്പെടുന്നതോ, ക്യാൻസർ ബാധിക്കുന്നതോ ഒന്നുമില്ല. മറിച്ച് ഒരു മനുഷ്യായുസിന്റെ ആത്യന്തിക പരാജയം എന്ന് പറയുന്നത് നിത്യതയുടെ തീരത്ത് തള്ളപ്പെട്ടു പോവുക എന്നൊരു പരാജയമാണ്. അവിടെ എല്ലാം അവസാനിച്ചു. പിന്നീട് വായിച്ചു, അന്ന് പലരും എന്നോട് പറയും, അപ്പോൾ ഞാൻ അവരോട് പറയും, സത്യമായും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഈ നിത്യതയുടെ തീരത്ത് ഒരു തിരിച്ചറിവ് കിട്ടിയില്ലെങ്കിൽ എന്നെ പറഞ്ഞേ ആത്മരക്ഷ. നിങ്ങൾ ഈശോ പറഞ്ഞൊരു വചനം ശ്രദ്ധിക്കുക. മർക്കോസ് 8:36. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ തന്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക, ഈശോയുടെ ആ ഒരു കമ്പാരിസൺ. ഒരു വശത്ത് ലോകം, അതിന്റെ സർവ്വ ആഡംബരങ്ങൾ, സർവ്വ സുഖങ്ങൾ, സർവ്വ സമ്പാദ്യങ്ങൾ. മറുവശത്ത് ഒരാത്മാവ് ഈസ് ഈക്വൽ. അങ്ങനെ ഈശോ പറഞ്ഞത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നശിച്ചാൽ മനുഷ്യൻ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? യഥാർത്ഥ പ്രശ്നം എവിടെ കിടക്കുന്നത്? ഇപ്പൊ ഞാൻ എന്തിനാണ് ധ്യാനിപ്പിക്കാൻ വന്നത്? അത് എന്റെ ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ്. പൗലോസ് പറയുന്നുണ്ട് 1 കൊറിന്തോസ് 9:27, നിങ്ങളോട് വചനം പറഞ്ഞ് ഞാൻ തന്നെ തിരസ്കൃതരാവാതിരിക്കേണ്ടത് ഞാൻ എന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുന്നു. അപ്പൊ നിത്യത എന്നൊരു സത്യമുണ്ട്. നിങ്ങൾ വായിക്കേണ്ടത് വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതലാണ്. നല്ല വചനമാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെ സുന്ദരമാണത്. അതായത് ഇതിനുശേഷം ഞാൻ കണ്ടു, ഇവിടെ പറയുകയാണ്, എണ്ണി തിട്ടപ്പെടുത്താനാവാത്തൊരു ജനക്കൂട്ടം. അവർ സകല ദേശങ്ങളിലും, സകല ഭാഷകളിലും, സകല ഗോത്രങ്ങളിലും ഉള്ളവരായിരുന്നു. അവർ കയ്യിൽ കുരുത്തോനെ അണിഞ്ഞ് കുഞ്ഞാടിന് മുമ്പിൽ അണിനിരന്നു. അടുത്ത ശ്രദ്ധിച്ചോ, ഇത്ര സീൻ മനസ്സിലായോ? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു ജനക്കൂട്ടം. എല്ലാ ഭാഷകളിലും ഉണ്ട്. ഞാൻ
വിചാരിക്കുന്നു എന്റെ വലിയപ്പിനൊക്കെ ഉണ്ടാവുമായിരിക്കും. അവരൊക്കെ വരുവാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഈ വെള്ളയിറക്കി അടിഞ്ഞവർ? ദൂതൻ മറുപടി പറഞ്ഞു, അവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെടിപ്പാക്കി. എന്താ അതിന്റെ പൊരുള്? അവര് കുമ്പസാരിച്ചു കുർബാനകൊണ്ടവരാകും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സിംഹാസനസ്ഥൻ അവർക്ക് അഭയം നൽകും. ഇനിമേൽ വിശപ്പോ ദാഹമോ അവരെ ഉപദ്രവിക്കില്ല. ചൂടോ വെയിലോ തണുപ്പോ അവരെ വേദനിപ്പിക്കില്ല. ദൈവം അവരുടെ മിഴികളിൽ നിന്ന് എന്നേക്കുമായി കണ്ണുനീർ തുടച്ചു മാറ്റും. നിത്യതയുടെ തീരത്ത് അവർ ആനന്ദിക്കും. അങ്ങനെ ഒരു മഹാസത്യത്തിലുള്ള ഒരു പടി കൂടെ കയറുകയാണ് ധ്യാനം. റോമാലേഖനം 8:18 വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരം. റോമ 8:18 മനോഹരമായ വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:21-22. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കില്ല, അന്ന് നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. ഒന്നും ചോദിക്കുന്നില്ല, അതുപോലെ സ്വാതന്ത്ര്യം ആരും എടുത്തു കളയാത്ത സ്വാതന്ത്ര്യം കിട്ടിയവർക്ക് നിത്യത എല്ലാം. അങ്ങനെ ഒരു മഹാസത്യത്തിലേക്ക് നടക്കുന്ന മനുഷ്യ, നിന്റെ ആത്മരക്ഷയുടെ കണക്ക് നിങ്ങൾ മനസ്സിൽ തട്ടി ചങ്കത്ത് കൈവച്ച് വായിക്കേണ്ട ഒരു വചനമുണ്ട്. ഒരുപക്ഷെ എന്റെ ജീവിതത്തെ കുറെ കൂടി അനുതാപമുള്ളതാക്കി തീർത്ത വചനം ഇതാണ്. ലൂക്കാ സുവിശേഷം 16:2. ലൂക്കാ 16:2 വചനം ഇങ്ങനെയാണ്: നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കണം. നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കും. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാതെ വരരുത്. കൃപയുള്ള ഒരു മരണം ഇതെന്നോ എവിടോ എപ്പോ നമുക്കറിയില്ല. ഒരു തേജസ്സുള്ള അന്ത്യം കിട്ടാൻ പറഞ്ഞ ഭാഗ്യല്ലേ. എനിക്ക് സന്തോഷപ്പെടേണ്ട എന്റെ പള്ളിയിൽ കൊണ്ട് ഒരു 14 വർഷമായിട്ട് ഓസ്തി മേടിച്ചിരുന്ന ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന്റെ നിയോഗമായിരുന്നു പള്ളിയിൽ ഓസ്തി അച്ഛൻ കാശ് കൊണ്ട് മേടിക്കരുത്, പള്ളിയിൽ പൈസ എടുക്കരുത്. അത് എന്റെ സന്തോഷമാണ്, ഞാൻ തരും, എത്ര വേണമെങ്കിലും അതിനുള്ള കാശ് ഞാൻ തരും. ഒരു 4 കൊല്ലം മുമ്പ് വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ അന്ന് ചേട്ടൻ മരിച്ചു. കുർബാനയുടെ തിരുനാളിന്റെ അന്നാണ് മരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ ആ ഒരു സ്നേഹമായിരിക്കാം, ആ ഒരു കൃപയുള്ള മരണം അദ്ദേഹത്തെ തേടി വന്നു. ഒരു 3 വർഷം മുമ്പ് ഞാൻ മതവും ധ്യാനത്തിൽ ഒരു ചേച്ചി അവിടെ ഒരു ചേട്ടൻ അവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ അദ്ദേഹം അവൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നോക്കാണ്. അവൻ ധ്യാനിക്കാൻ വരുന്നതിന് 3 ദിവസം മുമ്പ് അവന്റെ അമ്മ മരിച്ചുപോയി. അപ്പോ അവൻ പറയണേ, അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു അച്ഛൻ. ഞാൻ ചേച്ചി നീ എന്നെ ഉദ്ദേശിച്ചു അച്ഛൻ പറയാം. അമ്മയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പെസഹ വ്യാഴാഴ്ച വരുന്നതിന് തൊട്ട് മുമ്പ് ഓശാന ഞായറാഴ്ച വികാരിച്ചന്റെ മുറി പോകും. എന്നിട്ട് വികാരിച്ചന്റെ മരണ രജിസ്റ്റർ മേടിക്കും. പള്ളിയിൽ അങ്ങനെ റെക്കോർഡുണ്ട്. എന്നിട്ട് ആ വർഷം മരിച്ചവരുടെ ലിസ്റ്റ് എടുക്കും. ആ വീട്ടിൽ അപ്പം മുഴുവല്ലോ. എന്നിട്ട് അവരുടെ ഫോൺ നമ്പർ മേടിക്കും. അവരെ വിളിച്ചു പറയും, നിങ്ങൾ അപ്പം മുഴുവനല്ലോ, 5 മണിയാകുമ്പോഴേക്കും അപ്പം ഞാൻ കൊണ്ട് തരും കേട്ടോ. അങ്ങനെ എല്ലാ വർഷവും ചേച്ചി ചെയ്യുന്നത്. ഈ മകനെ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ വർഷം 9 വീട്ടിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ 9 വീട്ടിലേക്കും നേരത്തെ അപ്പം മുഴുവൻ വിശപ്പ് മുഴുകി കൊടുത്തു. അപ്പൊ ഈ 9ാമത്തെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ചേച്ചി പറഞ്ഞു, അടുത്ത വർഷം മുതൽ നീ നോക്കിയോണ്ട് കേട്ടോ. അവനൊന്നും മനസ്സിലായില്ല. ദുഃഖ ശനിയാഴ്ച പള്ളിയിൽ പോകുന്നതാണ്. ഈ മകന്റെ ഭാര്യയോട് അമ്മ പറഞ്ഞു, എന്റെ മന്ത്രോടി എവിടെ ഇരിക്കുന്നറിയോ? മന്ത്രോടി മന്ത്രോടി മന്ത്രിയുടെ ഒന്നല്ല, ഇത് മന്ത്രിയുടെ ഇത് വേറെ സമയം മനസ്സിലാവും. അപ്പൊ അവള് പറഞ്ഞു അറിയത്തില്ലെന്നോ. അതാ ഷെൽഫിൽ അടിയിൽ
ആവശ്യം വരുന്നു. ഈസ്റ്ററിന്റെ അന്ന് രാത്രി കുർബാന കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബസ് നിയന്ത്രണം വേണമെന്ന് ഈ ചേച്ചിനെ തട്ടിയിട്ടു. ആ സ്പോട്ടിൽ ഈ ചേച്ചി കഴിച്ചു. അപ്പോ ഇവൻ അതിന്റെ പിറ്റത്തെ ദിവസത്തെ ജ്ഞാനത്തിൽ വന്നിട്ട് പറയാണ്, അമ്മ പണ്ട് പറയാറുണ്ട് മന്ത്രകൂടി പൊതിഞ്ഞാണാവും. അമ്മ അവസാന വ്യാഴാഴ്ച പറയാണ്, നീ നോക്കണം ഇപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ എനിക്കൊരു കാര്യം അറിയാൻ വെച്ചാൽ അമ്മയ്ക്ക് എല്ലാം വാസ്തവത്തിൽ ഈ ധ്യാനം എന്നൊക്കെ പറയണത് കുറെ കൂടി വിശുദ്ധമായ ഒരു മരണത്തിലുള്ള ഒരു യാതൊരു നിശ്ചയമില്ല. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരത്തിനിടയിൽ കിടന്ന് ചങ്ക് തല്ലി കരഞ്ഞതിന്റെ കാരണം ഗത്സമനി മരണത്തിനൊരുങ്ങിയില്ല. അങ്ങനെ നമുക്കൊരു അന്ത്യമുണ്ട്. എന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കണം. ഇത് കഴിഞ്ഞ ഒരു വിധിയുണ്ട്. വിധി അതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ പറയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പോ ദൈവം പറയാണ് എനിക്കറിയില്ല കേട്ടോ. ഏറ്റവും നിർണായക സമയത്ത് ആൾക്ക് മനസ്സിലായില്ല, പോയില്ലേ. നിസാര കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ നിങ്ങളെ കാണുമ്പോ നിങ്ങൾ തിരിച്ചു കാണിക്കുന്നു, അവർ തിരിച്ചു കാണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല, നമുക്കിട്ട് കൊള്ളും. ഒരാളെ നടക്കാൻ പോകും, നമ്മൾ കുട്ടം കൊണ്ട് അടിച്ചു, ആ മൈൻഡ് ചെയ്തില്ല, നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ലേ. എന്റെ ജീവിതം സംഭവിച്ചാൽ അതായത് ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. ഒരു ദിനാ പ്രസംഗം ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരു 1000 മനുഷ്യരെങ്കിലും കാണും. അപ്പൊ ഞാനോട് എന്റെ പ്രസംഗം കേൾക്കുന്ന ആവേശത്തിലാണ് ഇത്ര ചോദിക്കാൻ ആവേശമായി. അത് കഴിഞ്ഞൊരു ഗാനമേള ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് കഴിയാണ്ട് പോകാൻ നടക്കില്ലല്ലോ. അതിന്റെ ആളായിരുന്നു. ഞാൻ ഭയങ്കര തീഷ്ണമായിട്ട് പ്രസംഗിക്കാണ്. ഒരു 40 മിനിറ്റ് ഡീപ്പറായിട്ട് വിളിപ്പിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ വേർത്ത് വിളിച്ച് സ്റ്റേജിൽ നിറഞ്ഞാണ്. പെട്ടെന്ന് ഒരു ചേച്ചി ഓടി വന്ന് എന്റെ കൈ കഴിപ്പിച്ചു. അച്ഛൻ ഓർമ്മയുണ്ടോ? ചിന്തിച്ചിട്ട് എനിക്ക് ആ ചേച്ചിക്ക് മനസ്സിലായില്ല. ഒരു കൈകളുണ്ട്. അങ്ങനെ ഒരു ആവേശത്തിൽ ഒരാൾ വന്ന് ചോദിക്കുമ്പോ ആരാന്ന് എങ്ങനെ ചോദിക്കും? അവർ പ്രശ്നമില്ലേ. അങ്ങനത്തെ ചില നിർണായക സമയത്ത് 2 മിനിറ്റ് പിടിച്ചേക്കാൻ ഒരു 2 മിനിറ്റ് ഞാൻ ഓർമ്മയുണ്ടോ എന്നെ ചോദ്യം എന്നെ എടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചേച്ചി ഭയങ്കര ആവേശത്തില്ലേ. പ്രശ്നം കഴിഞ്ഞു ഓടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി പിള്ളേരൊക്കെ എന്നെ എടുക്കും. 2 പിള്ളേർ അച്ഛനെ കാര്യം പറഞ്ഞു. നോട്ടീസിൽ അച്ഛന്റെ പേര് ബാക്കി പിള്ളേരുണ്ടായിരുന്നു. എന്റെ ഈശോയെ ചോദ്യം ഞാൻ ചേച്ചി പശു എന്റെ അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ 2 പശു. രണ്ടാമത്തെ ചോദ്യം ഞാൻ അടുത്ത ചോദ്യം ആലോചിക്കും. ഈ ചേച്ചി ഒന്നും മറന്നു പറഞ്ഞു. എനിക്ക് എത്ര ചോദിക്കാൻ അല്ലെങ്കിൽ അടുത്ത ചോദ്യം ആലോചിക്കുമ്പോ എന്റെ കണ്ണിങ്ങനെ മുള്ളിലേക്ക് പോലെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ ആലോചിക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വിഷമിക്കുക. എനിക്ക് പിന്നെ എന്റെ പ്രോബ്ലം. അപ്പൊ ചേച്ചി അച്ഛൻ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു ചേച്ചി മനസ്സിലായി. ചേച്ചി ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി കൈവലിച്ചു. ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നെ ആ ചേച്ചി കണ്ടു. ഞാൻ അങ്ങനെ മറന്നു പോകുന്ന ആളൊന്നുമല്ലേ. ഇത്രയ്ക്ക് പ്രായം എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. എനിക്കറിയില്ല ആ സ്ത്രീയെ. എനിക്കത്ര പരിചയമുള്ള ആളില്ല. പക്ഷെ എന്റെ സങ്കടം എന്താണെന്നറിയോ? ആ ഒരു നിസ്സാര കേസിൽ തിരിച്ചറിയാൻ പറ്റാണ്ട് പോയപ്പോ അവർക്ക് എന്ത് വിഷമമുണ്ട്. അവര് പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരു നിസ്സാര കേസിൽ ഒരാളെ മനസ്സിലായില്ലെങ്കിൽ പെട്ടു. അങ്ങനെയാണെങ്കിൽ ആരുടെ നാമത്തിൽ നീ കുരിശ് വരച്ചോ, ആരുടെ നാമത്തിൽ മുട്ട വിശ്വാസ പ്രമാണം ചൊല്ലിയോ, ആരുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വെച്ച് കൈപിടിച്ച് പ്രാർത്ഥിച്ചോ, ആരുടെ നാമത്തിൽ ഈ പരിശുദ്ധ വചനം വായിച്ചോ, ആ ക്രിസ്തുവിന്, ആ ദൈവത്തിന്, ആ കർത്താവിന് നിന്നെ മനസ്സിലായില്ലെങ്കിൽ പോയില്ലേ. അന്ന് പലരും എന്നോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ വചനം പറഞ്ഞു, നിന്റെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിച്ചു. ഞാൻ അവരോട് പറയും, സത്യമായിട്ടും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു നിർണായക സമയത്ത് തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ ആ കാണേണ്ടവനുമായിട്ട്
ഒരു ബന്ധം ഉണ്ടാവണേ. അതിനായിരുന്നു ഈ ധ്യാനം. എവിടെയൊക്കെയോ മരവിച്ചു പോയ നിന്റെ ആത്മീയത, എവിടെയൊക്കെയോ തണുത്തുപോയ നിന്റെ പ്രയർ ലൈഫ്, എവിടെയൊക്കെയോ പിശാചൻ കട്ടുമുട്ടിച്ച നിന്റെ ജീവിത പരിശുദ്ധി, ഇതിനകത്ത് വെള്ളം ചേർക്കരുതേ. മടങ്ങി വാ, തിരിച്ചു നടക്ക്, ദൈവത്തിലേക്ക് അടുക്ക്. നിന്റെ ജീവിതത്തിന്റെ ഗതിവിധികൾ എന്താണെന്ന് നിനക്ക് യാതൊരു നിശ്ചയമില്ലല്ലോ. മർക്കോസ് 13:33, അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കണം, സമയം എപ്പോഴാണെന്ന് നിനക്ക് അറിയില്ലല്ലോ. മർക്കോസ് 13:33 പറഞ്ഞത്, ശ്രദ്ധാപൂർവ്വം ഉണർന്നിരിക്കണം, സമയം എപ്പോഴാണെന്ന് നിനക്ക് അറിയില്ലല്ലോ. അവിടെ ഞാൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാൻ സുന്ദരമായ 3 ദിവസങ്ങൾ നമുക്ക് വേണ്ടത് ഒടുവിൽ നാം അഭിമുഖീകരിക്കേണ്ട ദൈവത്തോടുള്ള വ്യക്തിബന്ധമാണ്. അങ്ങനെയെങ്കിൽ അവസാനം അവ പറയും, എനിക്ക് നിന്നെ അറിയാം, കരുവ എന്റെ വലതു ഭാഗത്തേക്ക് നടക്ക്. അങ്ങനെ രാജാവ് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ 25 ലോകാരംഭം മുതൽ നിനക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമെടുത്തുവിൻ. അതിന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, പരിശുദ്ധ കുർബാനയോടുള്ള നിർമ്മല സ്നേഹം, ദൈവവചനത്തോടുള്ള നിർമ്മല ഭക്തി, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാല, ഈ ഒരു കൂട്ടം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും പേര് ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. എനിക്കൊന്ന് ഇവിടെ ആഴ്ചകളിൽ പ്രയർ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു കൂട്ടായ്മയിലായിരിക്കും. ഈശോ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം കൂട്ടായ്മയെ കുറിച്ചായിരുന്നല്ലോ. കൂട്ടായ്മയിൽ ഇരുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. കൂട്ടായ്മയിലേക്ക് ഈശോ ആൾക്കാരെ പറഞ്ഞയച്ചത്. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ അഭിഷേകം ഇവിടെയും ശക്തി പകരാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാമത്തിൽ ആമേൻ.